ഇന്ന് നമ്മൾ ഇൻസിനറേറ്റർ എങ്ങനെ ഫിറ്റ് ചെയ്യും, എത്ര സമയം എടുക്കും, ഏകദേശം എത്ര സ്പേസ് വേണ്ടി വരും വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിലൊരു വീട്ടിലാണ് നമ്മളിപ്പോൾ ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. രാവിലെ 7:30 ആയപ്പോൾ തന്നെ നമ്മൾ വിഘ്നേഷിൻ്റെ ടീമും അപ്പം വർക്കേഴ്സ് എല്ലാവരും അവിടെ സൈറ്റിലെത്തി. എന്നിട്ട് നമ്മൾ അതിൻ്റെ 2 പോർഷനാണ് ഇൻസിനേറ്റേഴ്സിനുള്ളത്. ഒന്ന് ബോട്ടം ചേംബർ വരുന്നത്, പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുന്ന പോക്കോയിൽ. അതിന് ബോട്ടം വരുന്നത് നമ്മളെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് കംപ്ലീറ്റ് വർക്കെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. വലിയ യൂണിറ്റാണ്, നമുക്ക് ക്രെയിനൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ചെറിയ വീട്ടിലേക്കുള്ളതൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് പിടിച്ചിട്ട് തന്നെ നമ്മളത് കൊണ്ട് സൈറ്റിൽ എവിടെയാണ് വെക്കേണ്ടത് അവിടെ കൊണ്ടുവെക്കും. എന്നിട്ട് അതിൻ്റെ ബേസ് നമ്മൾ കറക്റ്റ് ചെയ്യും. വെച്ചാൽ വെക്കേണ്ട സ്ഥലം ലെവൽ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യും. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ പോക്കോയിൽ എടുത്ത് വെക്കും. എന്നിട്ട് വെൽഡ് ചെയ്യും. സിമ്പിളാണ്. നമ്മൾ ഡെയിലി ചെയ്യണോണ്ട് തന്നെ നമുക്ക് വർക്കേഴ്സൊക്കെ വളരെ പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ ഈ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് വീട്ടിലേക്കുള്ള ചെറിയ യൂണിറ്റാണ്. 15 kg ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ യൂണിറ്റാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതിൻ്റെ ബേസ് വരുന്നത്. കുഴലും പോക്കോയിലും വരുന്നതും നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. 204-ലുണ്ട്, 304-ൽ നമുക്കിത് വരുന്നുണ്ട്. നമ്മളിപ്പോൾ സാധാരണ ഹൈറ്റ്, സ്റ്റാൻഡേർഡ് ഹൈറ്റ് 3 മീറ്റേഴ്സാണ്. ഒരു 4 മീറ്റേഴ്സിൻ്റെ അടുത്ത് നമ്മളെ യൂണിറ്റിന് ടോട്ടൽ ഹൈറ്റ് ഉണ്ട്. പിന്നെ നമുക്കത് ഈ പോക്കോയിലിൻ്റെ ഹൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു 9 മീറ്റേഴ്സ് വരെയൊക്കെ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് സെപ്പറേറ്റ് അതിൻ്റെ അപ്പം അതിന് സെപ്പറേറ്റ് സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് വേണ്ടി വരും. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ഇതെങ്ങനെ വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഹോട്ട് എയർ എപ്പോഴും മുകളിലേക്ക് പോകും. ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സിമ്പിളാണ്. നമ്മളൊരു പേപ്പർ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള എയർ മുകളിലേക്ക് പോകും. അപ്പോൾ താഴത്തുള്ള എയർ വെൻറ്റ് വഴി എയർ ഉള്ളിലോട്ട് കടന്നിട്ട് ഇതിന് താഴത്തുനിന്ന് മുകളിലേക്ക് എപ്പോഴും ഒരു എയർ ഫ്ലോ ഉണ്ടാവും. നമ്മൾ അടുപ്പിലൊക്കെ ഊതുന്ന പോലുള്ളൊരു ഫീല്. അപ്പോൾ ഇതിനുള്ളിൽ ഇട്ടിരിക്കുന്ന വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആയിപ്പോവും. അതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഉള്ളിൽ നമ്മൾ ഫയർ ബ്രേക്കിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പുറമേ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. വെച്ചാൽ പുറത്ത് മഴയും വെയിലൊന്നും കൊണ്ടാലൊന്നും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 15 kg, 10 kg, 5 kg അങ്ങനെയുള്ള യൂണിറ്റ്സൊക്കെയാണ് നമ്മൾ സാധാരണ വീട്ടിലേക്ക് കൊടുക്കുന്നത്. 5 kgയുടെയൊക്കെ ഓൾമോസ്റ്റ് ഒരു 25,000 റേഞ്ചിലാണ് നമ്മൾ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളോട് ഇൻസ്റ്റലേഷൻ അടക്കമെന്നുള്ള കോസ്റ്റാണിത് വരുന്നത്. സാധാരണ എല്ലാ വീഡിയോയിലും നമുക്ക് അടിയിൽ കമൻറ്റ് വരുന്നതാണ് എത്രയാണ് കോസ്റ്റ് വരുന്നതെന്ന്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് മാറിക്കിട്ടും. പിന്നെ കസ്റ്റം സൈസിലുള്ള വരുന്നതാണ്. പിന്നെ ബാക്കിയുള്ള 50 kgയുടെയൊക്കെ ഒരു കൊമേഴ്ഷ്യൽ യൂണിറ്റാണിത്. കൊമേഴ്ഷ്യൽ യൂണിറ്റുകൾക്ക് നമുക്കൊരു ഫിക്സഡ് റേറ്റ് ഉണ്ടാവില്ല. അത് പലപ്പോഴും സൈറ്റിൽ ഡിസ്റ്റൻസ്, ട്രാൻസ്പോർട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ കുഴലിൻ്റെ ഹൈറ്റ് ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതൊരു 1 lakh മുതൽ ഒരു 3 to 4 lakh വരെയൊക്കെയുള്ള വലിയ കൊമേഴ്ഷ്യൽ യൂണിറ്റുകൾ നമ്മളടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നതിന് ഞങ്ങൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.